വന്യജീവി തെരുവുനായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. ടോബി ജോൺസൺ വിവരങ്ങൾ വച്ചിരുന്നു. ടോബി, മലയോര മേഖലയിലെ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ, ഈ വർഷങ്ങളിലൊക്കെ വരുന്ന കടുത്ത കാട്ടുജീവി ആക്രമണം, അതിൽ ഏകപക്ഷീയമായ മരണങ്ങൾ ഒക്കെ കേരള മനസ്സാക്ഷി ഞെട്ടിക്കലാണ്. മലയോര മേഖല എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ഒക്കെ വലിയ സ്വാധീന മേഖലയുമാണ്. അതിൽ അതിശക്തമായി ഇടപെട്ട് തുടങ്ങുന്നു കേരള കോൺഗ്രസ് എന്ന് വേണോ ആ ആവശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? ടോബി. അശ്മി, തീർച്ചയായിട്ടും വനം വന്യജീവി വിഷയം മാത്രമല്ല, വന്യജീവി ആക്രമണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് തെരുവുനായ ആക്രമണവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെടുന്നു. ഇത് ഒരു അടിയന്തര വിഷയമായി എടുത്ത് നിയമസഭ ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ തെരുവുനായകളെ കൊല്ലാൻ, പേവിഷബാധ ബാധിച്ച തെരുവുനായകളെ കൊല്ലാനുള്ള നടപടികൾ, ഈ പക്ഷിപ്പനിയൊക്കെ ഉണ്ടാകുമ്പോൾ പക്ഷികളെ കൊല്ലുന്നത് പോലെ ആ ഒരു പ്രദേശത്തെ തെരുവുനായകളെ കൊല്ലണമെന്നൊരു ആവശ്യം കൂടി ജോസ് കെ മാണിയും കേരള കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നു. ഒരു അടിയന്തര നിയമസഭ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അത് സംബന്ധിച്ച് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ജോസ് കെ മാണി തന്നെ കൈമാറിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങൾ, ഈ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് വന്യജീവി ആക്രമണം, മറ്റൊന്ന് തെരുവുനായ ആക്രമണം. ഇന്നലെ ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ ഒരു വിവരങ്ങൾ പുറത്തുവിട്ട് 19ഓളം ആളുകൾക്ക് ഈ 19 ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ആവശ്യമാണ്. അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ വരണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഹാഷ്മി, ഈ ഇതിലും ഇപ്പോൾ കേരള കോൺഗ്രസ് LDF-ലേക്കുള്ള ക്ഷണം കേരള കോൺഗ്രസ് UDF-ലേക്ക് ക്ഷണം കേരള കോൺഗ്രസിലുണ്ട്. LDF-ൽ ഞങ്ങൾ ഡബിൾ ഹാപ്പിയാണ് എന്ന് ജോസ് കെ മാണി പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു കത്തിന് മറ്റ് രാഷ്ട്രീയ പ്രാധാന്യം ഏതെങ്കിലും ദോഷകീർക്കുകൾ കാണുമോ, ടോബി? അങ്ങനെ കണ്ടാൽ നമുക്കതിനെ പൂർണ്ണമായിട്ടും തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തി തെളിയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ മുന്നണികളുടെ വിലപേശലുകളൊക്കെ നടക്കുമ്പോൾ കൂടുതൽ ശക്തി തെളിയിക്കേണ്ടത് കേരള കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിലകൊള്ളേണ്ട ഒരു ആവശ്യം കേരള കോൺഗ്രസിന് മുന്നിൽ വരും. ആഷ്മി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയോര മേഖല എന്നൊക്കെ പറയുന്നത് കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിലുള്ള ഒരു മുഴം മുന്നേ ഒരു നിയമസഭ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുന്നതിലേക്ക് ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ. രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിയമസഭ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണം, ഒപ്പം തന്നെ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കോട്ടയത്ത് നടന്ന സയൻസ് സിറ്റി ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ജോസ് കെ മാണി വേദി പങ്കിട്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയും തിരിച്ച് ജോസ് കെ മാണിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ച, അല്ലെങ്കിൽ ദൃഢമാണെന്ന് കാണുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ആ വേദിയിൽ നടന്നത്. എന്നിരുന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഈ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ തന്നെയാണ്. അവർ നേരിട്ട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാണ് ഈ വന്യജീവി പ്രശ്നം, ആ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ആ വിഷയത്തിലും ഒപ്പം തന്നെ തെരുവുനായ വിഷയത്തിലും കടുത്ത നിലപാടുകൾ കേരള കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ അവർക്ക് വലിയ തിരിച്ചടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ നിലമ്പൂരടക്കം കണ്ടതാണ്. നിലമ്പൂരടക്കം ഈ പറയുന്ന വനവുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്തുകളിലും അതിരൂക്ഷമായ വിമർശനങ്ങൾ, അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ ആളുകളിൽ നിന്ന് നേർക്കുനേർ കേട്ടതാണ്. അത് വലിയ വൈകാരിക പ്രശ്നം കൂടിയാണ്. ആ വൈകാരിക പ്രശ്നത്തെ ഒരു മലയോര മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസിന് അഡ്രസ്സ് ചെയ്യാതിരിക്കാനാവില്ല. അതുകൊണ്ടാവണം പക്ഷേ ഒരു സീരിയസ് നടപടി വേണം എന്ന് സർക്കാരിനോട് LDF ഒരു ഘടകകക്ഷി തന്നെ ആവശ്യപ്പെടുന്നതും.